മമ്മി ലാപ്പ് വെള്ളത്തില് അതൊരു ശ്രദ്ധയേ ഇല്ല. അസ്സലാമലൈക്കും, ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ രാവിലെ എണീച്ചതും ഇതാ നമ്മൾ സ്ഥിരം പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ ഈവനിങ് ജിമ്മിൽ പോയത് കാരണം രാവിലെ എണീച്ച് എനിക്ക് ആ ജിമ്മിൻ്റെ തിരക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വളരെ റിലാക്സ് ആയിട്ട് എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഇന്ന് സമയം കിട്ടിയിട്ടോ. അപ്പോൾ നമ്മൾ വേഗം സിറ്റ് ഔട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ പറയുക, ചെയറും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവച്ച് പാലൊക്കെ കൊണ്ടുവച്ചു. കിച്ചണിൽ പോയപ്പോഴാണ് നമ്മുടെ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് കഴിച്ചിട്ടില്ല എന്ന് ഓർമ്മ വന്നത്. തൈറോനോം 50 ആണ് കേട്ടോ ഞാൻ കഴിക്കാറുള്ളത്. അപ്പോൾ അതൊന്ന് കഴിച്ചെടുത്തിട്ട് നമ്മൾ കിച്ചണിലത്തെ ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നിട്ടു. കുറച്ച് വെന്റിലേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് വരട്ടെ അല്ലേ. ലൈറ്റൊക്കെ ഒന്ന് ഓണാക്കി പിന്നെ ടേബിളിൽ നിരത്തി വെച്ചേക്കുന്നു. രാവിലെ തന്നെ ഈ ഒരു വെള്ളം പോയത് കണ്ടപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ലാപ്പിൽ വെള്ളം അയക്കണോ എന്നുള്ളത് കാണിക്കാം ആ സീൻ എന്തായാലും കേട്ടോ. അതാണ് ഫസ്റ്റ് കണ്ടത്. അപ്പൊ എന്തായാലും ഞാൻ പാലെടുത്തിട്ട് വരികയാണ് കേട്ടോ. ഇനി സിറ്റ് ഔട്ട് ഒന്ന് അടിച്ചു വാരി എടുക്കണം. അതിനുശേഷം നമ്മുടെ ചവിട്ടി ഒന്ന് വിരിച്ചിടണം. രാത്രി മടക്കി വെച്ചിട്ടില്ലെങ്കിൽ നായ പൂച്ചയൊക്കെ വന്ന് ഇവിടെ കിടക്കും. അതുകൊണ്ടാണ് നമ്മൾ രാത്രി എടുത്തിട്ട് അതിനെ മടക്കിയിട്ട് ഈ തിട്ടിൽ കയറ്റി അതിൻ്റെ മേലെ ചെയറും വെക്കും. അല്ലെങ്കിൽ അതിൻ്റെ മേലെയും വന്ന് കിടക്കും. എന്തൊരു ശല്യമെന്ന് അറിയോ, പൂച്ച ശല്യം ഉണ്ട്. നായ പിന്നെ അധികം അങ്ങ് സിറ്റ് ഔട്ടിൽ ഇപ്പം കയറാറില്ല. പക്ഷെ പൂച്ചൻ്റെ ശല്യം നല്ലോണം ഉണ്ട്. പിന്നെ തവള, അയ്യോ മതിയായി. ഫാമിലിയോടെയാണ് കേട്ടോ തവളയുള്ളത്. ഒരു അച്ഛൻ, അമ്മ, 2 മക്കൾ. എൻ്റെ വന്ന് പറയും ഫാമിലി ആയിട്ട് വന്ന് സുഖായി ഉറങ്ങുന്നുണ്ട് ജിനിമ, സുഖായി അവിടെ കളിക്കുന്നുണ്ട് ജിനിമ, ചെറിയ കുട്ടിക്ക് ഭയങ്കര എനർജിയാണ്, ഇങ്ങനെ ചാടി ചാടി പോകുന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇമിറ്റേറ്റ് ചെയ്യും കേട്ടോ. നല്ല രസമാണ്. അപ്പൊ എന്തായാലും അപ്പോൾ ഞാൻ വേഗം പോയി മുറ്റടിച്ചു വരാണ് കേട്ടോ. ഇനിയിപ്പോ കുറച്ച് ദിവസം എന്താണ് ഒരു പഴഞ്ചൊല്ലില്ലേ, പുത്തനെച്ചി പുരപ്പുറം തൂക്കുന്ന, അങ്ങനെ എന്തോ പറഞ്ഞിട്ട്, അതേപോലെ ക്ലീൻ ആക്കി തന്നതല്ലേ. അപ്പൊ അതിന്റെ ഒരു ഉഷാറ് കുറച്ച് ദിവസം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ തനിയെ നിൽക്കും. മഴ പെയ്താലാണ് തനിയെ നിൽക്കുന്നത് കേട്ടോ. അപ്പൊ എന്നോട് ഇന്നലെ ഒരു കുട്ടി പറഞ്ഞു, മൂളി മൂളി പറയണ ഒന്ന് നിർത്ത് ജിനി, കുറച്ച് കാലയിലെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട്, എല്ലാവരുടെയും സമയം വിലപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ ഇനി ശ്വാസം എടുക്കാണ്ട് സംസാരിക്കാൻ പോവാണ്. അങ്ങനെ അവിടേക്ക് വേഗം വേഗം അടിച്ചു വാരിയിട്ട് നെക്സ്റ്റ് നമ്മുടെ പരിപാടി എന്ത് വെച്ചാല് വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയി കളഞ്ഞു. ഈ ഊന്നൊക്കെ പറഞ്ഞ് വരുമൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെ വരാണ്ട് സംസാരിക്കണമെങ്കിൽ ഉണ്ടല്ലോ അത്രയും കാര്യങ്ങൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് എഴുതി വെച്ച് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് പിന്നെ ആ പരിപാടി ഇല്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ സിറ്റ് ഔട്ടത്തെ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമായി. സമയം 6:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എണിച്ചപ്പോൾ നമ്മൾ 5:30 എണിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഓരോ ഭാഗത്ത് ഇങ്ങനെ ക്യാമറ വെച്ച് 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 വീഡിയോ എടുക്കുമ്പോഴത്തേന് അരമണിക്കൂറിന്റെ പണി 1.5 മണിക്കൂറാവും കേട്ടോ. അങ്ങനെ ചായ വെക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ്. ഞാൻ പാല് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ സ്ഥിരം ഇങ്ങനെ തന്നെ ചായ വെക്കാൻ തുടങ്ങി. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ തന്നെ ഇഷ്ടാവും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിടുന്ന സമയം, ഇടുന്ന ക്വാണ്ടിറ്റി ഒക്കെ എല്ലാറ്റിലും വ്യത്യാസം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉണ്ടാക്കി നോക്കുമ്പോഴേ അറിയുള്ളൂ. ഇപ്പൊ നമ്മുടെ ബിരിയാണി പറയുന്ന റാവുത്തർ ബിരിയാണി, കല്യാണ ബിരിയാണി, പിന്നെ റാവുത്തർ കല്യാണ ബിരിയാണി വേറൊരു ടേസ്റ്റ്, നമ്മള് വീട്ടിൽ ഉണ്ടാക്കുന്നത് വേറൊരു ടേസ്റ്റ് ആണ്. അപ്പൊ അതിലൊക്കെ ഓരോ സാധനങ്ങൾ ഇടുന്ന ടൈമിങ്ങിന്റെ വ്യത്യാസം കാരണമാണ്. എല്ലാ സാധനങ്ങളും ഒരുപോലെ ഇടുന്നത്, പക്ഷെ ഇടുന്ന ചിലപ്പോൾ തക്കാളി കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഇടും. അതിന് പകരം ഫസ്റ്റ് തന്നെ മല്ലിയില, പച്ചമുളക് ഇടും. അപ്പൊ അതിനൊക്കെ വേറെ വേറെ ഫ്ലേവർ വരും കേട്ടോ. അപ്പൊ എനിക്ക് ചായയിലും ആ ഒരു ഡിഫറൻറ്റ് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചായ എല്ലാം ഉണ്ടാക്കി ഉമ്മാക്കും ഉപ്പാക്കുള്ള ചായ കൊണ്ടു കൊടുത്തു. അവർക്ക് ഇന്നും ഹോസ്പിറ്റലിൽ പോകണം. ജസ്റ്റ് ഇവിടെ സാധാരണ ഒരു ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോ കുറെ കമന്റ്സ് ഉണ്ട്. എനിക്ക് മറുപടി ഇല്ലേ, ഞാൻ പോവാണ് എന്ന് പറയുന്നുണ്ട്. മറുപടി ഉണ്ട്. കഹാനിയുടെ ഡ്രസ്സ് എല്ലാം സൂപ്പർ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു, സൂപ്പർ, അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ കമന്റ്സ് ഉണ്ട്. നമുക്ക് അതിൽ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നെക്സ്റ്റ് ഞാൻ 2-3 ദിവസമായി ഇങ്ങനെ കമന്റ് വ്ളോഗിൽ റിപ്ലൈ തന്നിട്ട് അല്ലേ. അപ്പൊ അത് വിചാരിച്ചിട്ട് ഇന്ന് മാക്സിമം റിപ്ലൈ തരാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ചായ എല്ലാം കുടിച്ചിട്ട് നമ്മുടെ വേസ്റ്റ് വേഗം ഒന്ന് കൊണ്ടുപോയി കളയാണ് കേട്ടോ. തെങ്ങിന്റെ ചോട്ടിലാണ്. പഴത്തിന്റെ തൊലി അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ലേ, ചായപ്പൊടി, ഇതൊക്കെ തെങ്ങിന്റെ ചോട്ടിൽ കളയും. പ്ലാസ്റ്റിക് വേസ്റ്റ് അപ്പുറത്തിടും. ഇനിയിപ്പോ ഒന്നരാടെങ്കിലും നമ്മൾ അടിച്ചു വാരിയില്ലെങ്കിൽ ചെമ്മല കൂടും. ചെമ്മല ഇഷ്ടത്തിനുണ്ട് കേട്ടോ. അപ്പോ തോർത്ത് ഞാൻ എറിഞ്ഞു കൊടുത്തത് റിഹാനിക്കാണ്, അവന് കുളിക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ചായപാത്രല്ലേ, അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കാന്ന് വിചാരിച്ചു. എന്തായാലും സമയമുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര
റിലാക്സ് ആയിട്ട് തോന്നുന്നു കേട്ടോ. പണ്ടത്തെ എന്റെ വ്ളോഗ് അതേപോലെ ചെയ്യാനൊക്കെ എനിക്ക് സമയം കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പൊ ഇന്നും ഞാൻ ജിമ്മ് കഴിഞ്ഞ് വന്നിട്ടാണ് ഈ വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. പുറത്ത് നല്ല നോയ്സ് ഉണ്ടാവും, എന്നാലും ക്ഷമിക്കുക കേട്ടോ. അപ്പൊ ഞാൻ വേഗം അടിച്ചു വാരി പാത്രം കഴുകി എടുക്കണം കേട്ടോ. അങ്ങനെ ഇതാ ആ ഒരു കമന്റ് ഇതാണ്. ജിനിയുടെ വീഡിയോ കുറെ നാളായി കാണാൻ തുടങ്ങിയിട്ട് ഒരു സജഷൻ ഉണ്ട്, മുക്കിയും മൂലയും പറയാതെ വേഗം പറഞ്ഞൂടെ, എല്ലാവരുടെയും സമയം വിലപ്പെട്ടതല്ലേ, ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ മതി എന്നുള്ള കമന്റ് നിരോധിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല കേട്ടോ. നിങ്ങൾ എന്തായാലും കാണണം, ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമല്ലെങ്കിലും കാണണം കേട്ടോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര വ്യൂസ് കുറഞ്ഞാലും ഞാൻ എന്നെ ഇഷ്ടപ്പെട്ട് കാണുന്ന കുറച്ച് പേരുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ എന്റെ വ്യൂസ് നോക്കുമ്പോൾ എനിക്ക് ഡെയിലി വീഡിയോ ഇടാനൊന്നും തോന്നൂല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഞാൻ അപ്പോഴും വിചാരിക്കുക 1000 പേര് കാണുന്നുണ്ടെങ്കിൽ 1000 പേര് എന്റെ മുന്നിൽ നിന്നിട്ട് എന്നെ കാണുന്ന പോലെയല്ലേ. അപ്പോ ഞാൻ അങ്ങനെ ചിന്തിക്കൂട്ടോ. അപ്പോ എനിക്കിങ്ങനെ സജഷൻ പറഞ്ഞതിലൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ ഇനി മാക്സിമം അത് മാറ്റാൻ ശ്രമിച്ചോണ്ടേ ഇരിക്കാട്ടോ. ഓക്കെ, അപ്പോ ആ കുട്ടിക്ക് താങ്ക്സ് ഉണ്ട്. കാരണം നമ്മുടെ നെഗറ്റീവും ആൾക്കാര് നമ്മളോട് പറയണം, എന്നാലേ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അത് സെറ്റ് ആക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെ അതിലോട്ട് ഞാൻ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെറുപയർ കറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ റെസിപ്പി ഒക്കെ ഫുള്ളായിട്ട് കാണണം. പിന്നെ അടിപൊളി വീഡിയോ, സൂപ്പർ ഫാമിലി, മാഷാ അല്ലാ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. ആള് ലുക്ക് കൂടി അടിപൊളി എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മൾ സാധനങ്ങളൊക്കെ അവിടെ എന്താ പറയാ റെഡിയാക്കിയ ശേഷം ഞാൻ വേഗം വന്ന് കറിവേപ്പിലേക്ക് വലിക്കുകയാണ് കേട്ടോ. ഈ കറിവേപ്പിലയുടെ സീന് ഞാനിങ്ങനെ ഓരോ ഭാഗത്തേക്ക് ക്യാമറ വെക്കുമ്പോഴേ ഫോൺ വെക്കുമ്പോ ഞാൻ ആരെന്നാ സന്തോഷ് പണ്ഡിത്തിനെ ആലോചിക്കും കേട്ടോ. മൂപ്പരുടെ കഥയും എന്താ പറയാ പാട്ടും ഹീറോയിന് മാത്രം മൂപ്പരല്ല, ഇതെല്ലാം ഓൾറൗണ്ടർ അല്ലേ മൂപ്പര. അതേപോലെയാണോ ഞാൻ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്, ഇക്കന്നെ കളിയാക്കാറുണ്ട്. അപ്പോ എണ്ണ ഒഴിച്ചിട്ട് പട്ടഗ്രാമ്പ്, ഏലക്ക, വലിയ ജീരകം, 2 വലിയുള്ളി, പച്ചമുളക്, ഉപ്പിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം. പിന്നെ നമുക്ക് ഇതിലോട്ട് ഒരു തക്കാളിയും കൂടെ ചേർത്തി കൊടുത്തിട്ട് ഇത് നല്ലപോലെ കളറൊക്കെ ഒന്ന് മാറട്ടെ, ഒരു ഗോൾഡൻ ബ്രൗൺ ആവട്ടെ, അതുവരെ വഴറ്റേട്ടോ. പിന്നെ 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെറിയുള്ളിയും പച്ചമുളക് ചതച്ചതും 1 സ്പൂൺ ചേർത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയ ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ ചിക്കൻ മസാല, മല്ലിപ്പൊടി, മാഗി ക്യൂബ്, ഇത് 4ഉം കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് വീണ്ടും ഇളക്കിയ ശേഷം തലേ ദിവസം തന്നെ നമ്മൾ കുതിർത്തി വെച്ച ചെറുപയറില്ലേ അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഇളക്കാട്ടോ. അതിന് ശേഷം വെള്ളം കൊടുത്താൽ മതി. മാഗി ക്യൂബ് ഇടുമ്പോൾ ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ നല്ലൊരു ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ഒരൊറ്റ പീസ് മതിയാവേ. ഇനി അടച്ചു വെക്കുക. 4-5 വീസിൽ അടുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെറുപയർ കറി റെഡി. വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുക. പിന്നെ നമ്മൾ കുഴച്ചു വെച്ച മാവൊക്കെ എടുത്ത് ഉരുട്ടി പരത്തി നമ്മൾ ചപ്പാത്തിയും കൂടി ഉണ്ടാക്കിയിട്ട് എടുക്കണം കേട്ടോ. കുട്ടികൾക്ക് സ്കൂളിലേക്കും കൊണ്ടുപോകാൻ വേണം ചപ്പാത്തി, ഇവിടുന്ന് കഴിക്കാനും. പിന്നെ ഞാൻ ഉപ്പാക്കും ഉമ്മാക്കും എനിക്കും പുട്ടും ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. ചപ്പാത്തി എല്ലാവർക്കും കൂടെ തികയില്ല എന്നൊരു ഡൗട്ട് തോന്നിട്ടോ. പിന്നെന്താ, ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും കഴിക്കാന്ന്. അത് ക്വാണ്ടിറ്റി കുറച്ച് കഴിച്ചാൽ മതിയെന്ന്. അതാണ് ഒരു പ്രശ്നം, ഈ ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുക. നമുക്ക് ഒരു സാധനം കഴിക്കുമ്പോഴുണ്ടല്ലോ കുറച്ചുകൂടി കഴിക്കാൻ ഇങ്ങനെ പൂതിയാവും. അങ്ങനെ, അതായത് വയറ് പൊട്ടണ വരെ ഞാൻ കഴിക്കൂല, പക്ഷെ കുറച്ച് കൺട്രോൾ തെറ്റിക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ പറ്റില്ലടോ, കുക്ക് ഐറ്റംസ് കഴിച്ചാൽ അലർജി ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്, ചുമ വരും. ഓക്കെ, എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ആഴ്ചയിൽ ഐസ്ക്രീം കഴിച്ചിട്ടില്ലെങ്കിൽ എന്തോ പോലെയാണ്. ഇന്നിപ്പോ ജിമ്മെല്ലാം കഴിഞ്ഞ് വരുമ്പോ ഞാൻ ഇക്കാന്റെ കൂടെ തിരിച്ചു വന്നതേ. അപ്പൊ ഞാന് ഇക്കാനോട് എനിക്കൊരു ചോക്കോബാർ വാങ്ങി തരുവെച്ചിട്ടോ. പിന്നെയാണ് ജിമ്മില് ഞാൻ അത്രയും നേരം കഷ്ടപ്പെട്ടതൊക്കെ ഇങ്ങനെ ആലോചിച്ചത്. അപ്പൊ വേണ്ടാന്ന് വെച്ചു കേട്ടോ ഞാൻ അവസാനം. പിന്നെ മഞ്ച് വാങ്ങിച്ചു, പക്ഷെ ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല. നോക്കാം, രാത്രിക്ക് നല്ല ബട്ടർ ചിക്കൻ ഒക്കെ ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയതല്ല, വാങ്ങിച്ചതാണ്. ബട്ടർ ചിക്കൻ ഞാൻ പ്രാവശ്യം ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ അതിന്റെ റെസിപ്പി ഒക്കെ ഇടാം. പിന്നെ സൂപ്പർ വീഡിയോ എന്ന് പറയുന്നുണ്ട്. ഹലോ, അടിപൊളി, എൻജോയ്. കണ്ണട വെച്ചപ്പോൾ ആള് ലുക്ക് കൂടി. താങ്ക് യു സോ മച്ച്. അങ്ങനെ പല കമന്റ്സും നമ്മുടെ ഇതിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും ഇങ്ങനെ കമന്റ്സ് ഒക്കെ ഇടുന്നതിൽ. അതേപോലെ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണതിലൊക്കെ ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ആഴ്ചയിൽ ഞാൻ എന്തായാലും കഹാനിൽ പോയിട്ടില്ല. നെക്സ്റ്റ് വീക്ക് പോവാന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ റെഡിയായി. നമ്മുടെ പുതിയ ചവിട്ടിയാണ്, ഇഷ്ടമായിച്ച ഒന്ന് പറയണം. ഇത് കുടഞ്ഞു വിരിക്കാൻ കുറച്ച് പാടാണ്, എന്നാലും
ഒരു വ്യത്യാസം ഇരുന്നോട്ടെ വിചാരിച്ചിട്ട് വാങ്ങിച്ചു. ഇതിന്റെ ക്യാമറ അടുത്ത് വെച്ചിട്ട് അതിന്റെ ഡിസൈൻ കാണിക്കുക കേട്ടോ. അങ്ങനെ അയൻകുട്ടി ഇന്ന് എന്നോട് പിണങ്ങിയിട്ട് പോയ പോലെ തോന്നിയത് കൊണ്ട് ഞാൻ സോപ്പ് ഇടാൻ വേണ്ടിയിട്ട് അവന്റെ അടുത്ത് പോയതാണ്. കാരണം അവന് ഇന്ന് സ്കൂളിൽ പോവില്ല പറഞ്ഞിട്ട് ഒരേ വാശിയായിരുന്നു. ചിൽഡ്രൻസ് ഡേ ആയിട്ട് ഞാൻ രാവിലെ നല്ലോണം വഴക്കൊക്കെ പറഞ്ഞിട്ട് അവനെ. പിന്നെ അവൻ പോകുമ്പോ ഒരു സങ്കടം, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് അല്ലേ, നമ്മൾ വഴക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് പിന്നെയാണ് നമുക്ക് സങ്കടം വരിക. അങ്ങനെ റിഹാനും പോയിട്ടോ, ബുക്കൊന്നും എടുത്തിട്ടില്ല, ആള് പോയി. മമ്മി ലാപ്പ് വെള്ളത്തില് നമുക്ക് വയ്യ. ആ കൊശവന് അതൊരു ശ്രദ്ധയേ ഇല്ല. ലാപ്പ് വെള്ളത്തിന്റെ അടുത്ത് കൊണ്ടുവന്ന് വെക്കുമ്പോ വെള്ളത്തിന്റെ അടുത്തല്ല, ലാപ്പിൽ ഇന്നലെ വെള്ളം പോയോ ടേബിളില്? അറിയില്ല. വെള്ളം പോയാലും പോയില്ലെങ്കിലും അവൻ തന്നെ അതിന്റെ റീസൺ. പപ്പാന്റെ കയ്യിൽ ചിന്തിയിട്ടുണ്ടോ? വെള്ളം ലാപ്പില് ഫുള്ള് വെള്ളം കേട് വന്നോ പഠിച്ചോനെ അറിയാം. അപ്പൊ അവിടെ വെക്കുന്ന എപ്പോഴും കാരണം പപ്പാക്ക് കൈ പറിച്ചിട്ട് വെള്ളം ഒഴിക്കുമ്പോ എപ്പോഴും ഉണ്ടാവില്ല. ഞാൻ കണ്ടാൽ അപ്പൊ തന്നെ തുടച്ച്, രാത്രിയാണെങ്കിലും വാതിലുകളും ഒക്കെ തുടച്ച് താഴത്തും തുടയ്ക്കും. അപ്പൊ തന്നെ ചവിട്ടി പോയി. നല്ല മേശപ്പുറത്ത് വെള്ളം വെച്ചിട്ടില്ല. അവൻ പോയി. അവനെ ഞാൻ വിളിക്കാൻ വേണ്ടിയിട്ടാട്ടോ പോയത്. എനിക്ക് ഭയങ്കര സങ്കടമായി. അവന് കെയർലെസ് ആയിട്ട് ആ ലാപ്പ് അവിടെ വെച്ചപ്പോ. നമ്മൾ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുമ്പോ അതിന്റെ ബാക്കിലുള്ള എഫേർട്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഭയങ്കര ഇതാണത്. അവരത്രക്ക് അങ്ങോട്ട് കെയർ ചെയ്യൂല അല്ലെ. ഭയങ്കര സങ്കടം തോന്നിയിട്ടാ. അപ്പൊ ഞാൻ അവനെ വിളിച്ചത് കാണിച്ചു കൊടുത്തിട്ട് എന്നിട്ടാണ് സ്കൂളിൽ പറഞ്ഞയച്ചുള്ളൂ. ഞാൻ ചോദിച്ചു എനിക്ക് എങ്ങനെ തോന്നിയടാ എന്ന്. അവനെ ലാപ്പ് ഉണ്ടല്ലോ ടേബിളിൽ തന്നെ വെച്ചിട്ട് പോകും. അത് അവന്റെ വലിയ മിസ്റ്റേക്കാ. അങ്ങനെ വലിയ കുഴപ്പമില്ല, കേടൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് വലിയ സമാധാനം ഉണ്ട് കേട്ടോ. പിന്നെ അവൻ പോയ ശേഷം ഞാൻ എന്ത് ചെയ്തു, വേഗം അവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കി. ചപ്പാത്തി ഉണ്ടാക്കിയ പിന്നെ അവിടെ മൊത്തം പൊടിയും കാര്യങ്ങളും അല്ലേ, വേഗം ക്ലീൻ ആക്കി. പുട്ടിനുള്ള മാവൊക്കെ ഒന്ന് കുഴച്ചു കേട്ടോ. അപ്പൊ അത് കുറച്ച് ഡ്രൈ, ഞാൻ മിക്സ് ചെയ്തിട്ടുള്ള മാവായിരുന്നു. അപ്പൊ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ അതിനെ കുഴച്ചെടുത്തു. തേങ്ങ ഇട്ടിട്ട് തന്നെ ഇനി ചുട്ടും എടുക്കുള്ളൂ കേട്ടോ. തേങ്ങ അതിലിട്ടു വിചാരിച്ചിട്ട് ഞാൻ വേറെ തേങ്ങ യൂസ് ചെയ്യാണ്ടിരിക്കില്ല. പിന്നെ നമ്മൾ ചെറുപയർ കറി ഉണ്ടാക്കിയതിനൊക്കെ എടുത്തു. ഈ ഒരു ലെവലിലായിരുന്നു കേട്ടോ നമ്മുടെ കറി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. മാഗി ക്യൂബിന്റെ ഒക്കെ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടായിരുന്നു. പിന്നെ ഉമ്മാക്കും ഉപ്പാക്കും പുറത്തു പോകണം, അവര് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അവർക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്തു. ഞാൻ പിന്നെ അവർ പോയ ശേഷം കഴിക്കാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പുട്ടും ചപ്പാത്തിയും പഴവും ചെറുപയർ കറിയൊക്കെ ആയിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് കുശാലായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അപ്പൊ തന്നെ ചായ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അവര് കുളിച്ച് റെഡി ആവണു. അപ്പൊ ഞാൻ പുട്ട് ചൂടാറുണ്ടാ വിചാരിച്ചിട്ട് കാസറോളിലൊന്ന് ആക്കി വെച്ചു. അതിനുശേഷം ഫസ്റ്റ് ഉമ്മ വന്നു കേട്ടോ. പിന്നെ മക്കളൊക്കെ നല്ലോണം ഹൈറ്റ് ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. നീളം ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. നീളം വെക്കട്ടെ അല്ലെ, അതല്ലേ നല്ല. രണ്ടുപേരും എന്നെക്കാളും നീളം വെച്ചു കേട്ടോ. വലൈക്കും അസ്സലാം. സുഖാണോ? ദോശ ഉണ്ടാക്കുമ്പോൾ ഗീ ഒഴിക്കുന്നത് ടേസ്റ്റ് കൂടും, ചായ ഊതി കുടിക്കരുത് എന്നും പറയുന്നുണ്ട്. ഓക്കെ മുത്ത, ചായ ഊതി കുടിക്കില്ല, പക്ഷെ ഓർമ്മ കിട്ടൂല കേട്ടോ ചില സമയത്ത്. പക്ഷെ ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് ഗീ ഇട്ടിട്ട് ദോശ. ഉമ്മയും വാപ്പിയും വേണ്ട പറയും. എനിക്കും ഇഷ്ടമാണ് കേട്ടോ ഗീ ഇട്ടിട്ടുള്ള ദോശ. അങ്ങനെ അവർ റെഡിയായി, അവർ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചായ എല്ലാം കുടിച്ച ശേഷം അവര് റെഡി ആയിട്ട് ഇറങ്ങിട്ടോ. അപ്പോൾ ഇനി അവർ പോയിട്ട് വരട്ടെ. അപ്പോഴത്തേക്ക് എൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം വേഗം തീർത്തെടുക്കാലോ. പിന്നെ വേഗം ഞാൻ ഉള്ളിലോട്ട് തന്നെ വന്ന് ഞാൻ ഫസ്റ്റ് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആദ്യം തന്നെ കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. സൂപ്പർ വീഡിയോ. ഇത്ത ഫ്രണ്ടിൽ ഒരു ഗാർഡൻ സെറ്റ് ആക്കി കൂടെ. ഇത്ത ഫിഷ് കറി സൂപ്പർ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഗാർഡൻ നമ്മളിപ്പോ എന്തായാലും സെറ്റ് ആക്കുന്നില്ല. പിന്നെ അവർ പോയത് ഞാൻ വാതിൽ അടച്ചു വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുള്ളൂ. ഫ്രണ്ടിലത്തെ വാതിൽ ഞാൻ ലോക്ക് ചെയ്ത് വെക്കും. എനിക്ക് ഭയങ്കര പേടിയാണ് ആരും ഇല്ലെങ്കിൽ. പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ എത്തി നോക്കേണ്ടി വരും. പെട്ടെന്ന് ആരും ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ആരൊക്കെയോ വരുന്ന പോലെ ഒരു ഫീലാണ് കേട്ടോ നമുക്ക്. അപ്പൊ ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ എത്തി നോക്കും, ആരെങ്കിലും വരുന്നുണ്ട് പറഞ്ഞിട്ട്. പക്ഷെ ആരും വരുന്നൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് നമുക്കൊരു പ്രശ്നം വരാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാക്സിമം അടച്ചു വെക്കിട്ടോ. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ പുട്ടും ചെറുപയറൊക്കെ കഴിച്ച് ഞാൻ തന്നെ സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫുൾ പുട്ടിയാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അയ്യോ, ആരോട്? എന്നോട്. ഞാൻ അങ്ങനെ വലിയ പുട്ടിയൊന്നും ഇടൂല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തപ്പോ ഉണ്ടല്ലോ
എക്സ്പോഷർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റിങ്സ് ഉണ്ട്. അത് ഒരുപാട് അങ്ങ് ഓൺ ആയി പോയിട്ടത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ വീഡിയോ അങ്ങനെ ആയത്. സാധാരണ ഞാൻ ഫിൽറ്റർ ഇടാറില്ല, അതേപോലെ ഇങ്ങനെ പുട്ടിയും ഒരുപാട് നടിക്കില്ല. എന്നാലും ഞാൻ ആദ്യം ഒന്ന് സൺസ്ക്രീൻ ഇടും, പിന്നെ അതിന്റെ മുകളിൽ റാനിയുടെ എൻ്റെ കയ്യിലുള്ള ഒരു സാധനം ഇടും, പിന്നെ ഹൈലൈറ്റർ എന്തെങ്കിലും ഇടും. ഇതാണ് എൻ്റെ. പിന്നെ ലിപ്സ്റ്റിക് ഇടും. ലിപ്സ്റ്റിക് ഇട്ടാൽ നിങ്ങൾക്ക് തന്നെ അറിയാലോ, അത്യാവശ്യം നല്ലപോലെ നമ്മുടെ മുഖം അങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും. അതിപ്പോ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ ഞാൻ കഴിക്കലും കഴിഞ്ഞു, പാത്രവും കഴുകി വെച്ചിരുന്നു, പിന്നെ അടിച്ചു വാരലൊക്കെ ചെയ്തു കേട്ടോ. അതിനുശേഷം നമ്മൾ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കാണ്. ജിനിയുടെ തൊടിയൊക്കെ ക്ലീൻ ആക്കിയാൽ ഇനി അവിടെ എന്നും മഴയായിരിക്കും, പുല്ലിപ്പോൾ നിറയും, എന്റെ തൊടിയും സെയിം അവസ്ഥ. അതേ മുത്തേ, സെയിം അവസ്ഥ തന്നെയാണ് കേട്ടോ. മഴ പെയ്തു ഈ വീഡിയോയിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. മഴ പെയ്തു, എന്താന്ന് അറിയില്ല, തൊടി ക്ലീൻ ആക്കി അപ്പം മഴ പെയ്യും. വല്ലാത്തൊരവസ്ഥയാണ് അല്ലേ അത് വരുന്നത്. ഭയങ്കര മോശമാണ് കേട്ടോ മഴ പെയ്യണ്ട. പക്ഷെ ഇപ്പൊ ചൂടാണ്, മഴ പെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. എന്നാലും തൊടി ഇങ്ങനെ ക്ലീൻ ആക്കി ഉടനെ മഴ പെയ്യാന്നൊക്കെ പറയുമ്പോ. അതേപോലെ ജിനിയുടെ ഷോപ്പാണോ, ജിനി പുതിയ ഷോപ്പ് തുടങ്ങിയതാണോ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഷോപ്പ് തുടങ്ങിയിട്ട് കുറച്ചായി. പിന്നെ വെയർ ചെയ്ത കഫ്താൻ ഉണ്ടോ ചോദിക്കുന്നത്. ഉണ്ട്, അതിന്റെ കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ. അതുപോലെ കൊപ്പം പട്ടാമ്പിയുള്ള കഹാനി ഷോപ്പ് ഇത്താന്റെയാണോ? അല്ല, നമ്മള് മണ്ണാർക്കാട് മാത്രമേ ഉള്ളൂ, കഹാനിയുള്ളൂ. പിന്നെ ഡെയിലി പോയിക്കോളൂ, നല്ലതാണ്, മടി കൂടിയാ പോവില്ല, ഡെയിലി പോയിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. ജിമ്മിന് പോണ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇപ്പൊ പോകുന്നുണ്ട്. ഈവനിങ് പറ്റിയില്ലെങ്കിൽ മോർണിംഗ് പോവാം. അതുകൊണ്ട് രണ്ടു നേരവും പോയി ശീലാക്കി കഴിഞ്ഞാല് നമുക്കതൊരു സുഖമായിരിക്കും തോന്നി. അങ്ങനെ നമ്മൾ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയത് ഇതാണ് സുക്കട്ടിക്ക എന്ന് പറയുന്ന സംഭവം. അതിന്റെ ചെടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അതിന്റെ ചെടി. ഇതിന്റെ കായൊക്കെ പഴുക്കൂട്ടോ. പഴുത്തത് ഇങ്ങനെ ആൾക്കാർ കഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട്, പക്ഷെ ഞാൻ കഴിക്കാറൊന്നുമില്ല. ഇതാണ് അതിന്റെ കായ പഴുത്തത്. ഇത് വെച്ചിട്ട് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. ഇതിന്റെ ഇല വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ് കേട്ടോ ഇല. അപ്പൊ എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഉലുവയും ചെറിയ ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ ആവണം കേട്ടോ. അടച്ചു വെച്ചോ, പെട്ടെന്നായി കിട്ടും. ഈ ഒരു സുക്കട്ടിക്ക വെച്ചിട്ട് കറി വെക്കുമ്പോഴല്ലോ ഭയങ്കര മണാണ് കേട്ടോ. നമ്മുടെ ഫിഷ് കറിയൊക്കെ വെക്കുന്ന അതേ മോഡലിലാണ് കേട്ടോ വെക്കുക. പുളിയൻ കറികൾ പൊതുവെ നമ്മൾ ഇവിടെ അങ്ങനെ തന്നെയാണ് വെക്കാറ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സുക്കട്ടിക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുക്കട്ടിക്ക എന്നും പറയും, സുക്കട്ടിക്ക എന്നും പറയും. ഏതാണ് കറക്റ്റ് എന്നുള്ളത് അറിയില്ല. ഇത് നന്നായിട്ട് വഴണ്ട് വരണം. അപ്പൊ നല്ലൊരു കളറും വരും, നല്ലൊരു മണവും വരും. കറി വെച്ചത് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയും ചെയ്യണം കേട്ടോ. അതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. അപ്പോ അര സ്പൂണൊക്കെ മതി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാനൊരു ഫിഷ് കറി ടച്ച് വരട്ടെ പറഞ്ഞിട്ട് ഇട്ട് കൊടുത്താണ്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഒരു സ്പൂണ് ഞാൻ എരിവുള്ള മുളക് പൊടിയും ചേർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് എരിവും പുളിയൊക്കെ വേണം ഇതിന്, എന്നാലാണ് ഇതിന്റെ ഒരു ടേസ്റ്റ്. ഇങ്ങനെ ചില ആൾക്കാരുണ്ടല്ലോ നല്ല കട്ടിക്ക് ഉണ്ടാക്കും കേട്ടോ അത്. അപ്പോ നമുക്കൊരു ഇച്ചിരി ഒഴിച്ചാൽ മതി, അത്രയും ടേസ്റ്റ്. ഒരു കിണ്ണം ചോറൊക്കെ കഴിക്കാന്ന് പറയില്ല അങ്ങനെ. പിന്നെ പുളി ഒഴിച്ചു കൊടുക്കുക. എൻ്റെ വായിൽ ഇപ്പം തന്നെ വെള്ളമൊക്കെ വരുന്ന കണ്ടില്ലേ. പിന്നെ ഉപ്പിട്ട് കൊടുക്കാം, അടച്ചു വെക്കാം. നല്ല പോലെ തിളച്ച് ആ സുക്കട്ടിക്കൊക്കെ മേലെ വന്ന് നിന്നിട്ടുണ്ടാവും കണ്ടില്ലേ. ഇനി നല്ലപോലെ അരച്ച തേങ്ങയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് തിളപ്പിച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാല് നമ്മുടെ സ്പെഷ്യൽ സുക്കട്ടിക്ക കറി റെഡി. ഇതിന്റെ ഇലയൊക്കെ ഉണ്ടല്ലോ അൾസറിനും അതിനും ഇതിനൊക്കെ നല്ലതാണ്, ഉപ്പേരി വെച്ച് കഴിക്കുക. പക്ഷെ ഒരുപാട് ഇങ്ങനെ പുഴുക്കടി വന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ എടുത്തില്ല ഇലയൊന്നും. നമുക്ക് അങ്ങനത്തെ ഇലയൊന്നും സെറ്റ് ആവില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി ആക്കിയിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പൊക്കെ ചേർത്തി എടുക്കുക. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇറക്കിയെടുക്കുക. ഭയങ്കര തിക്കിൽ ഞാൻ ഉണ്ടാക്കാറില്ല. അപ്പൊ ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ സുക്കട്ടിക്ക സൂപ്പറായി വന്നിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചോറിന് കൂട്ടി കഴിക്കുക, അത്ര തന്നെ. പിന്നെ അതിലേക്ക് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ഇല വെച്ചിട്ട് എന്തെങ്കിലും തോരനൊക്കെ ഉണ്ടാക്കുക, പപ്പടം, അതുപോലെ മുട്ട ഓംലേറ്റ് ആക്കുക. ഇതൊക്കെയാണ് കേട്ടോ അതിലേക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ വേഗം പോയിട്ട് നമ്മുടെ മുരിങ്ങ ഇല ഇപ്പൊ ഇടക്കിടക്ക് നമ്മളിപ്പോ ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ ഇലക്കറികൾ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ മുരിങ്ങ ഇല വലിക്കുകയാണ്. ഇങ്ങനെ കൊമ്പായിട്ട് ഒടിച്ചു കഴിഞ്ഞാല് അവിടെയൊക്കെ വേറെ വേറെ തളിർത്ത് വരും. ഒരുപാട് ഹൈറ്റിൽ പോകൂല പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത്. പിന്നെ ഞാൻ മുരിങ്ങ വലിച്ച അതിൽ പകുതി മുക്കാലും മൂത്തതും ഉണ്ടാവും കേട്ടോ.
മുരിങ്ങയൊക്കെ വലിക്കുമ്പോൾ തോന്നും എനിക്ക് ഇതെല്ലാം ഇളയതാണെന്ന്. പിന്നെ ഉള്ളിൽ പോയി നന്നാക്കുമ്പോൾ തോന്നും ഇതൊക്കെ മൂത്തതാന്ന്. അപ്പൊ പിന്നെ അതിലത്തെ ഏറ്റവും പിഞ്ചുകൾ മാത്രം നോക്കി നോക്കി എടുത്തിട്ട് ഞാൻ നന്നാക്കി എടുത്ത് ഉപ്പേരിയൊക്കെ വെച്ച് സെറ്റാക്കി കേട്ടോ. അപ്പൊ ഈയിടെ ആയിട്ട് ഞാൻ മുരിങ്ങ ഉപ്പേരി വെക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മയും ഉപ്പിയൊക്കെ. അതുകൊണ്ട് എനിക്കൊരു സമാധാനം ഉണ്ട് കേട്ടോ. പണ്ട് ഈ മുരിങ്ങ വെച്ചിട്ട് ഒരു കറിയും ഉപ്പേരിയും വേറെന്തോ ഒരു കൂട്ടാനൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ പറഞ്ഞു ഞങ്ങൾ ലൈഫിൽ ഇത്രയും മോശമായിട്ടുള്ള ലഞ്ച് കഴിച്ചിട്ടില്ല എന്നിട്ടോ. അത് ഞാൻ കുറെ പ്രാവശ്യം ഇവിടെ പറഞ്ഞതാണല്ലേ. അപ്പൊ മുരിങ്ങയൊക്കെ നന്നാക്കി ഞാൻ അവിടെ കഴുകി വൃത്തിയാക്കി അതിന്റെ വെള്ളം മാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അരിയൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പൊ അരിയൊക്കെ കഴുകി ഇനി ചോറ് വെക്കണം. നമ്മുടെ കറിയായി. ഇനി കഴിക്കാൻ നേരത്ത് ഇതിന്റെ കൂടെ പൊട്ടാറ്റോ ഫ്രൈയോ പപ്പടം ഫ്രൈ ചെയ്തോ ഒക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇന്ന് നോൺ വെജ് ഒന്നും ഇല്ല. അപ്പൊ ഇനി എന്തായാലും ശനി ഞായറും വരാൻ പോലെ അപ്പൊ നല്ല മന്തി ഉണ്ടാക്കണം പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാം. അപ്പൊ ഇതാ ഞാൻ വേഗം കുക്കറിൽ അരിയൊക്കെ ആക്കി അതവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നാക്കി എടുത്ത് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതെല്ലാം അതിലോട്ട് ഇട്ടു. ഞാൻ കടുക് ഇട്ടിട്ടില്ല. ഇനി ഇതൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു മുട്ട ഇതിലോട്ട് ഉടച്ചൊഴിക്കുന്നുണ്ട്. ഇത് ഉപ്പിട്ടിട്ട് ഒന്ന് സ്ക്രാമ്പിൾ പരുവത്തിലാക്കി എടുത്ത ശേഷം ഞാൻ ഇതിലോട്ട് നമ്മൾ നന്നാക്കി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കത്രിക വെച്ചിട്ട് ഇങ്ങനെ വെറുതെ കട്ട് ചെയ്ത് എടുത്തിട്ടോ. മുരിങ്ങ മുറിക്കണത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ സാധാരണ ചെയ്യാറില്ല. ഇനി ഇത് നന്നായിട്ട് വറുത്തെടുക്കുക. ഇതാ കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സംഭവം സെറ്റ്. ഇലക്കറികൾ പൊതുവേ നല്ലതല്ലേ. പിന്നെ അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴിക്കാൻ നേരത്ത് ഞാൻ കുറച്ച് പൊട്ടാറ്റോ ഫ്രൈയും കൂടെ ആക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെച്ചിട്ടു ഇനി തുടയ്ക്കണം കുളിക്കണം ഇങ്ങനത്തെയൊക്കെ പരിപാടി കേട്ടോ. ഞാൻ പിന്നെ അപ്പം പാത്രം കഴുകി വെക്കണോണ്ട് എനിക്ക് കുക്കിംഗ് കഴിഞ്ഞാൽ ഒത്തിരി പാത്രങ്ങൾ ഉണ്ടാവില്ല. രാവിലെ അത്യാവശ്യം പാത്രങ്ങൾ ഉണ്ടാവും കേട്ടോ. പിന്നെ വേഗം പോയി തുടയ്ക്കലും ഫേസ് പാക്ക് ഇടലും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുകയും ചെയ്തു കിടക്കുകയും ചെയ്തു. അപ്പൊ എത്രയുള്ള വ്ലോഗ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ.